ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ മാർക്കറ്റിംഗ് റീറ്റെയിലിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ്. പേജ് നമ്പർ 174 ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏതൊക്കെ ടൈപ്പ് റീറ്റെയിലിംഗ് ആണ് കണ്ടുവരുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 5 ടൈപ്പ് റീറ്റെയിലിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ലൈൻ, ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓർ ലൊക്കേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ് വോളിയം ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റോർ. ഇതിൻ്റെ ബേസിസിൽ പല ബേസായിട്ട് നമ്മൾ 5 ടൈപ്പ് റീറ്റെയിലിംഗ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് റീറ്റെയിലിംഗ് ക്യാൻ ബി ഓഫ് ദ ഫോളോവിങ് ടൈപ്സ്. അപ്പം താഴെ പറഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെയാണ് 4ആയിട്ടാണ് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് വെച്ചിട്ട് നമ്മൾ റീറ്റെയിലിങ്ങിനെ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർസ്. ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റീറ്റെയിൽ ഷോപ്പ് ഓൺഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർസ് ആർ സോൾ ട്രേഡിംഗ് കൺസേൺ ഓൺഡ് ഓപ്പറേറ്റഡ് ഡയറക്റ്റ് ആൻഡ് കൺട്രോൾഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. നമ്മുടെയൊക്കെ പരിസരത്ത് കാണുന്ന ഒരു എന്താ പറയുക, സോൾ ട്രേഡിംഗ് ഷോപ്സ്, അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർ എന്ന് പറയുന്നത്. അത് ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും അതിനെ ഡയറക്റ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള റീറ്റെയിൽ സ്റ്റോറിനെയാണ് ഇപ്പം നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി മേടിക്കുന്നു. അതിൻ്റെ ഒരു ഓണർ അയാൾ ഒരാളായിരിക്കും. അങ്ങനെ ഒരൊറ്റ ഓണർ മാത്രമുള്ള സ്റ്റോറുകളെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർസ് എന്നാണ് പറയുന്നത്. ദ ഓണർ ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർ ഈസ് യൂഷ്വലി അസിസ്റ്റഡ് ബൈ ലോക്കൽ സ്റ്റാഫ് ഓർ ഫാമിലി മെമ്പേഴ്സ്. അപ്പം ഒന്നെങ്കിൽ ലോക്കലി ഹയർ ചെയ്തിരിക്കുന്ന സ്റ്റാഫായിരിക്കും, എന്ന് വെച്ചാൽ ആ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും സ്റ്റാഫായിട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഫാമിലി തന്നെയുള്ള വൈഫിനെയോ മക്കളെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫാമിലി തന്നെയുള്ളവരായിരിക്കും സ്റ്റാഫായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് എന്താ പറയുക, ഗ്രോസറി ഷോപ്സ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്മോൾ സ്കെയിൽ ഗ്രോസറി ഷോപ്സ്, അതുപോലെ സ്റ്റേഷനറി, ക്ലോത്ത്, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പരിസരങ്ങളിലുള്ള കടകളൊക്കെ ഈ ഒരു ഇതിൽ പെടുന്നതാണ്, ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർസിൽ പെടുന്നതാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് ചെയിൻ സ്റ്റോർ ഓർ മൾട്ടിപ്പിൾ ഷോപ്സ്. 2 or more റീറ്റെയിൽ ഔട്ട്ലെറ്റ് അണ്ടർ എ കോമൺ ഓണർഷിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് എ റീറ്റെയിൽ ചെയിൻ. അപ്പം ഒരാളുടെ ഉടമസ്ഥതയിൽ 2-3 റീറ്റെയിൽ ചെറിയ ഷോപ്സ്, ചെറിയ ഔട്ട്ലെറ്റുകളുള്ളതിനെയാണ് ചെയിൻ സ്റ്റോർ എന്ന് പറയുന്നത്. ഇൻ ചെയിൻ സ്റ്റോർ റീറ്റെയിലിംഗ്, സ്റ്റോർസ് ആർ ഓപ്പൺഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് അണ്ടർ ദ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് എ കമ്പനി സെൻട്രൽ ഓഫീസ്. അപ്പം ഒരു കമ്പനിയുടെ ഒരു സെൻട്രൽ ഓഫീസായിരിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പല ലൊക്കേഷനുകളിലായിട്ട് പല ഔട്ട്ലെറ്റ്സ് ആയിരിക്കും ഈ ചെയിൻ സ്റ്റോറിലെ മൾട്ടിപ്പിൾ ഷോപ്സ് ഓപ്പൺ ചെയ്യുന്നത്. ചെയിൻ സ്റ്റോർസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് റീറ്റെയിൽ സ്റ്റോർസ് എൻഗേജ് ഇൻ ദ സെയിം ജനറൽ ഫീൽഡ് ഓഫ് ബിസിനസ് ഓർ സെയിം മെർക്കൻഡൈസ്. അപ്പം സെയിം ഫീൽഡ് തന്നെയായിരിക്കും. ഇപ്പം ക്ലോത്ത്സ് ആണെങ്കിൽ എല്ലായിടത്തും പല ലൊക്കേഷനിലായിട്ട് ക്ലോത്ത് ആയിരിക്കും, അല്ലെ ജ്വല്ലറി ആണെങ്കിൽ ജ്വല്ലറി ആയിരിക്കും. അങ്ങനെ ഒരു സെൻട്രൽ ഓഫീസിൻ്റെ സഹായത്തോടെ പല ലൊക്കേഷനിലായിട്ട് ഔട്ട്ലെറ്റ്സ് സ്ഥിതി ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോർസ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്രാഞ്ചൈസ്. It is a contractual agreement between 2 parties, the franchisor and the franchisee, in which the former gives license to the latter to start and operate a business under an established name. അപ്പം ഫ്രാഞ്ചൈസിങ് എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 വ്യക്തികളാണുള്ളത്. അവർ തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണ്. ഈ ഫ്രാഞ്ചൈസിക്ക് ലൈസൻസ് കൊടുക്കുകയാണ്. അവരുടെ ബ്രാൻഡഡ് നെയിമിലുള്ള പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ വിൽക്കാനായിട്ട് ലൈസൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് ലൈസൻസ് കൊടുക്കുന്നതിനാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഇൻ ഫ്രാഞ്ചൈസ് കോൺട്രാക്ട് ദ ഫ്രാഞ്ചൈസി യൂഷ്വലി പേയ്സ് ദ ഫ്രാഞ്ചൈസർ ആനുവലി ലൈസൻസിങ് ഫീസ്. അപ്പം ഇങ്ങനെ ഒരു ലൈസൻസ് കൊടുക്കുമ്പം ഫ്രാഞ്ചൈസിനെ സംബന്ധിച്ച് അദ്ദേഹം പേയ്മെൻറ്റ് കൊടുക്കും. ആനുവലി ലൈസൻസ് ഫീസായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീസായിട്ട് ഫ്രാഞ്ചൈസർക്ക് പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം എന്നുള്ളത് ഫ്രാഞ്ചൈസറിൻ്റെ കയ്യിലായിരിക്കും. പക്ഷേ ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ടുള്ള ലൈസൻസ് ഫ്രാഞ്ചൈസിക്ക് ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലോട്ട് കൊടുക്കുന്നതിനാണ്, അങ്ങനെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിനാണ് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓണർഷിപ്പിൻ്റെ ബേസിസിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരു വ്യക്തി മാത്രമാണ് ഓണറെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർ എന്നും, ഒരു വ്യക്തിയുടെ കീഴിൽ ഒന്നിലധികം ഷോപ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീഴിൽ ഒന്നിലധികം ഷോപ്സ് ഉണ്ടെങ്കിൽ അതിന് ചെയിൻ സ്റ്റോർസ് എന്നും, അതുപോലെ ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് കട ഓപ്പൺ ചെയ്യുന്നതിന് ഫ്രാഞ്ചൈസ് എന്നും, നാലാമത് വന്നിരിക്കുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് ആർ റീറ്റെയിൽ എൻ്റർപ്രൈസസ് ഓൺഡ് ബൈ ദ കൺസ്യൂമർ ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി.
അപ്പം ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം മെമ്പേഴ്സ് ചേർന്നിട്ട് അവർ ഓപ്പൺ ചെയ്യുന്ന റീറ്റെയിൽ ഷോപ്പിനെയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഓൺ ചെയ്യുന്ന സ്റ്റോർസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കൺസ്യൂമറിൽ ആരെങ്കിലും ഒരാളായിരിക്കും, സൊസൈറ്റി എന്ന് നമ്മൾ പറയും. കോപ്പറേറ്റീവ് സ്റ്റോർസ് എലിമിനേറ്റ് മിഡിൽമെൻ ആൻഡ് ഓഫർ ഗുഡ്സ് ടു കൺസ്യൂമേഴ്സ് അറ്റ് റീസണബിൾ പ്രൈസ്. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മിഡിൽമെന്നിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. പ്രോഡക്റ്റുകൾ കൺസ്യൂമർ തന്നെ നേരിട്ട് പർച്ചേസ് ചെയ്യുകയും അത് കൺസ്യൂമറിലോട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് ഓൺ ദ ബേസ് ഓഫ് പ്രോഡക്റ്റ് ലൈൻ്റെ ബേസിസിൽ എങ്ങനെയാണ് റീറ്റെയിൽ ഷോപ്പിനെ തിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 7 കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്. മോം ആൻഡ് പോപ്പ് സ്റ്റോർസ്, ജനറൽ സ്റ്റോർസ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ്, സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് മോൾസ്, കൺവീനിയൻസ് സ്റ്റോർസ്, സ്പെഷ്യാലിറ്റി സ്റ്റോർസ്. അപ്പോൾ ഇങ്ങനെ 7 രീതിയിലാണ് പ്രോഡക്റ്റ് ലൈൻ്റെ ബേസിസിൽ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ മോം ആൻഡ് പോപ്പ് സ്റ്റോർസ്. മോം ആൻഡ് പോപ്പ് സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് സ്പേസിൽ ഒരു ഷോപ്പാന്ന് പറയാൻ പോലും ഇല്ലാണ്ട് ചെറിയ ഈ പെട്ടിക്കടകളൊക്കെ കാണാം. അപ്പം കുറച്ച് ലിമിറ്റഡ് ഐറ്റം വെച്ചിട്ട് ഡെയിലി നീഡ്സിനുള്ള ചെറിയ പ്രോഡക്റ്റുകൾ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സ്റ്റോർസാണ് മോം ആൻഡ് പോപ്പ് സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്മോൾ നെയ്ബർഹുഡ് റീറ്റെയിൽ സ്റ്റോർസ്. അപ്പം അടുത്തടുത്ത് ഇങ്ങനെ ചെറിയ കടകൾ, ഇങ്ങനെ നമുക്ക് ചില ടൗണിലൊക്കെ ചെല്ലുമ്പോൾ കാണാം ചെറിയ പെട്ടിക്കടകൾ അടുത്തടുത്ത് ഇങ്ങനെ നീണ്ടു പോകുന്ന കാണാം. അപ്പം അങ്ങനെ കിരാണ സ്റ്റോർസ് എന്നതിന് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സിംഗിൾ ലൊക്കേഷനിൽ അവിടുത്തെ കൺസ്യൂമറിനെ ക്യാച്ച് ചെയ്യാനായിട്ട്, ആ ഒരു ഏരിയയിലെ കൺസ്യൂമറിനെ ക്യാച്ച് ചെയ്യാനായിട്ട് ലിമിറ്റഡ് പ്രോഡക്റ്റ്, അതുപോലെ സെയിൽസ് ലിമിറ്റഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള സ്റ്റോർസിനെ മോം ആൻഡ് പോപ്പ് സ്റ്റോർസ് എന്ന് പറയുന്നു. അടുത്ത ജനറൽ സ്റ്റോർസ്. ജനറൽ സ്റ്റോർസ് ഡീൽ ഇൻ ഓൾ ദ നെസറി ഗുഡ്സ് റിക്വയർഡ് ബൈ ദ കൺസ്യൂമർ. ഈ ജനറൽ സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ നീഡ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും വെച്ചിട്ടുള്ള സ്റ്റോർസിലാണ് ജനറൽ സ്റ്റോർ എന്ന് പറയുന്നത്. വെജിറ്റബിൾസ്, അതുപോലെ മീറ്റ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ പെട്ടെന്ന് നമ്മൾ ചെന്ന് മേടിച്ച് ഒരു വീട്ടിലോട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്നതിനാണ് ജനറൽ സ്റ്റോർസ് എന്ന് പറയുന്നത്. ഗുഡ്സ് ഹാൻഡിൽഡ് ബൈ ജനറൽ സ്റ്റോർ ഇൻക്ലൂഡ് ഫുഡ് ഐറ്റംസ്, ക്ലോത്ത്സ്, മെഡിസിൻസ് ആൻഡ് ഹൗസ് ഹോൾഡ് ഗുഡ്സ്. അപ്പം ഇങ്ങനെയുള്ള ജനറൽ സ്റ്റോർസിൽ ഫുഡ് ഐറ്റംസ് കാണും, ക്ലോത്ത്സ് കാണും, മെഡിസിൻസ് കാണും, ഹൗസ് ഹോൾഡ് ഗുഡ്സ് കാണും, അതുപോലെ വെജിറ്റബിൾസ് കാണും. അങ്ങനെ A to Z കാര്യങ്ങൾ നെസസറി ആയിട്ടുള്ളത് ഡേ ടു ഡേ നീഡ്സിന് ആവശ്യമുള്ള A to Z കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്റ്റോറുകളാണ് ജനറൽ സ്റ്റോർസ് എന്ന് പറയുന്നത്. ജനറൽ സ്റ്റോർ ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ എ സ്മോൾ സ്പേസ് വെർ പീപ്പിൾ ഫ്രം ദ ടൗൺ ആൻഡ് സറൗണ്ടിങ് റൂറൽ ഏരിയാസ് കം ടു പർച്ചേസ് ഓൾ ദർ ജനറൽ ഗുഡ്സ്. അപ്പം ജനറൽ സാധനങ്ങൾ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമീണ മേഖലയിലെ ആൾക്കാർക്കൊക്കെ എത്തിച്ചേരാനും സാധനങ്ങൾ മേടിക്കാനും കഴിയുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലായിരിക്കും ജനറൽ സ്റ്റോർസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൈഡ് വെറൈറ്റി ഒന്നും കാണത്തില്ല. ഡെയിലി നീഡ്സിന് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സ്, അതുപോലെ ഈ തോർത്ത്, കർച്ചീഫ്സ്, അതുപോലെ പിന്നെയുള്ള എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ ആവശ്യമുള്ളുണ്ടെങ്കിൽ പെട്ടെന്ന് ആവശ്യമുള്ള മെഡിസിൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജനറൽ സ്റ്റോർസിനുള്ളിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ്. A department store is a setup which offered a wide range of consumer product in different categories known as departments. It is a large shop constituted by different departments, each of which deals in different goods. അപ്പം ഒരു വലിയ ഷോപ്പിൽ പല ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിച്ച്, പല ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ട് എല്ലാ സാധനങ്ങളും വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് ഓഫർ ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ച് വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് ഒരൊറ്റ കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരൊറ്റ മേൽക്കൂര കീഴിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഷോപ്പിനുള്ളിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ട് പല ടൈപ്സ് ഗുഡ്സ് വിൽക്കുന്നതിനാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് എന്ന് പറയുന്നത്. കൺസ്യൂമർ ഗെറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രോഡക്റ്റ് അണ്ടർ വൺ റൂഫ് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് ഹാവ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു സെൽ ഗാർമെൻറ്റ്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസ്, ടോയ്സ്, കോസ്മെറ്റിക്സ്, ടോയ്ലറ്ററീസ്, ഫുഡ്, ബുക്സ്, ജ്വല്ലറി, ഇലക്ട്രോണിക്സ് ആൻഡ് സ്റ്റേഷനറി. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അല്ലെ പല ഏരിയ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയായിരിക്കും. ചിലയിടത്ത് ക്ലോത്ത്സ് ആയിരിക്കും, ചിലയിടത്ത് കോസ്മെറ്റിക്സ് ആയിരിക്കും, ചിലയിടത്ത് ടോയ്സ് ആയിരിക്കും, ഹോം അപ്ലയൻസ് ആയിരിക്കും. ഇങ്ങനെ ഒരൊറ്റ ഷോപ്പിനെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഗുഡ്സ് സെയിൽ നടത്താനായിട്ട് തിരിച്ചിരിക്കുന്നു. അതിനാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് എന്ന് പറയുന്നത്.
ദെൻ ഫോർത്ത് വൺ സൂപ്പർ മാർക്കറ്റ്സ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം, ഷോപ്പിംഗ് മാള് സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ട ആവശ്യം തന്നെയില്ല. ഒരു ലാർജ് സെൽ സർവീസ് റീറ്റെയിൽ സ്റ്റോഴ്സിനെയാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സെല്ല് ഫുഡ് പ്രോഡക്റ്റ്, സ്റ്റേഷനറി, ഹൗസ് ഹോൾഡ് ഐറ്റംസ്. അപ്പം നമുക്ക് നമ്മുടെ ഹൗസ് ഹോൾഡിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ലൈവ്ലിഹുഡിന് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറിയും ഫുഡ് പ്രോഡക്റ്റ്, ഹൗസ് ഹോൾഡ് ഐറ്റംസും എല്ലാം ലാർജ് സ്കെയിലിൽ കൊടുക്കുന്നതിനെയാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ സെലക്ട് ദംസെൽവ്സ് ഗുഡ്സ് ഫ്രം ദ റാക്ക്. അവരവർക്ക് ആവശ്യമുള്ള ഗുഡ്സ് അവരവർ തന്നെ റാക്കുകളിൽ ക്രമീകരിച്ചെടുക്കുന്ന എടുക്കത്തേക്കുന്നതാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അതിനുശേഷം ക്യാഷ്യർ കൊണ്ട് ബില്ലടിച്ച് കൊടുക്കുന്നു. നമ്മൾ നോർമലി ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് മാൾസും. നെക്സ്റ്റ് വൺ ഷോപ്പിംഗ് മാൾസ്. ഷോപ്പിംഗ് മാൾസ് ഇസ് എ ബിഗ് retail center containing large number of stores to nearby building or inside a big building. അപ്പോൾ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്റ്റോർസുകൾ ഒരൊറ്റ ബിൽഡിങ്ങിൽ സ്ഥിതി ചെയ്യുന്നതിനാണ് ഷോപ്പിംഗ് മാൾ എന്ന് പറയുന്നത്. Many retail shops operating at one place form a mall. A mall consists of different retail outlet each selling their own product at a common platform. അപ്പം ഒരു കോമൺ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരൊറ്റ ബിൽഡിങ്ങിനുള്ളിൽ തന്നെ പല റീറ്റെയിൽ ഷോപ്സ് സ്ഥിതി ചെയ്യുന്നു. അപ്പം അവരവരുടേതായ വെച്ചാൽ മറ്റ് ഷോപ്പുകൾ തമ്മിൽ ലിങ്ക് ഉണ്ടാവില്ല. അവരുടേതായ പ്രോഡക്റ്റുകൾ അവർ കൺസ്യൂമറിന് സെയിൽ നടത്തുന്നു. പക്ഷേ ഒരൊറ്റ ബിൽഡിങ്ങിനുള്ളിലാണ് ഉള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്ത ആറാമത് പറഞ്ഞിരിക്കുന്നത് കൺവീനിയൻസ് സ്റ്റോർസ്. കൺവീനിയൻസ് സ്റ്റോർസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാവുന്ന സ്ഥലത്ത് ഒന്നോ രണ്ടോ ഐറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേക്കറി ഐറ്റം അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റിയ ഒരു ചെറിയൊരു ഷോപ്പ്. അപ്പോൾ നമുക്ക് ചായ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബേക്കറി ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് കൺസ്യൂമറിനായിട്ട്. അതുപോലെ നമ്മൾ വലിയ മോൾസിലൊക്കെ കയറുമ്പം അതിൻ്റെ ഒരു ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയയിൽ ചെറിയൊരു കൗണ്ടർ കാണും. അങ്ങനെ കൺവീനിയൻ്റ് ആയിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കുറച്ച് പ്രോഡക്റ്റുകൾ വെച്ചിട്ട് സെയിൽ നടത്തുന്ന ഷോപ്പുകളാണ് കൺവീനിയൻസ് സ്റ്റോർസ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആൾക്കാർ ക്യാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കൺവീനിയൻസ് സ്റ്റോർസ് സ്ഥിതി ചെയ്യുന്നത്. ചിലപ്പം വലിയ വലിയ മാൾസിൻ്റെ ഇടയിൽ ആൾക്കാർക്കൊരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാൻ, ഒരു ചായ കുടിക്കാൻ എന്നുള്ള രീതിയിലേക്കായിരിക്കും ഒരു ചെറിയ ഷോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോറുകളെ ഒരു കുറച്ച് ഐറ്റം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റോറുകളെയാണ് കൺവീനിയൻസ് സ്റ്റോർസ് എന്ന് പറയുന്നത്. ദെൻ സെവൻത് വൺ സ്പെഷ്യാലിറ്റി സ്റ്റോർസ്. Specialty stores are small retail outlets that deal with a particular product line and retail items. Garment shops, home appliances, hardware shops are some of the examples of specialty store. അപ്പോൾ സ്പെഷ്യാലിറ്റി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, ഏതെങ്കിലും പർട്ടിക്കുലർ ഐറ്റം മാത്രം ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം ഡീൽ ചെയ്യുന്ന സ്റ്റോറുകളെയാണ് സ്പെഷ്യാലിറ്റി സ്റ്റോർ എന്ന് പറയുന്നത്. ഗാർമെൻറ്റ് ഷോപ്പ്, അവിടെ നമുക്ക് തുണിത്തരങ്ങൾ, ക്ലോത്ത് ഐറ്റം മാത്രമാണുള്ളൂ. അതുപോലെ ഹോം അപ്ലയൻസ്, നമ്മുടെ ഇലക്ട്രോണിക്സ്, ഗാഡ്ജറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന സ്റ്റോറുകളെയാണ് സ്പെഷ്യാലിറ്റി സ്റ്റോർസ് എന്ന് പറയുന്നത്. നമുക്കത് മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സിംഗിൾ ലൈൻ സ്റ്റോർ, ലിമിറ്റഡ് ലൈൻ സ്റ്റോർ, സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റോർ. സിംഗിൾ ലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ deal in item belonging to a particular product line. A store that offers dress wears is a single line store. Single line store have specialization in selling a particular line of product. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് പ്രോഡക്റ്റുകൾ മാത്രം സെയിൽ നടത്തുന്നതിനാണ് സിംഗിൾ ലൈൻ സ്റ്റോർസ് എന്ന് പറയുന്നത്. അപ്പം ഗാർമെൻറ്റ്സ് ആണെങ്കിൽ അവിടെ ക്ലോത്ത്സ് ഐറ്റംസ് മാത്രം സെയിൽ നടത്തുന്നു. അപ്പോൾ ലിമിറ്റഡ് ലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാലോ, ഷോപ്പ് ദാറ്റ് ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഓഫറിങ് എ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ഗുഡ്സ് ഇൻ എ പ്രോഡക്റ്റ് ലൈൻ ആർ ലിമിറ്റഡ് ലൈൻ സ്റ്റോർസ്. അപ്പം ലിമിറ്റഡ് ലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറി, ഇപ്പോൾ ക്ലോത്ത്സിൽ തന്നെ അല്ലെങ്കിൽ ഗാർമെൻറ്റ്സിൽ തന്നെ ഒരു പർട്ടിക്കുലർ കാറ്റഗറി മാത്രം കൊടുക്കുന്ന മെൻസ് വെയർ ഷോപ്സ്, കോസ്മെറ്റിക് ഷോപ്സ്, അങ്ങനെയുള്ള ലിമിറ്റഡ് ലൈൻ സ്റ്റോർസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ബൊട്ടീക്കുകൾ, ലേഡീസിനെ സംബന്ധിച്ച് അവർക്ക് ഉള്ള ബൊട്ടീക്കുകൾ, ഇതൊക്കെ ലിമിറ്റഡ് ലൈൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ദെൻ തേർഡ് വൺ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റോർസ്. Retail outlets that are more concentrated and specialized in dealing with a particular
ബ്രാൻഡ് ഇൻ എ പ്രോഡക്റ്റ് ലൈൻ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റോർസ്. അപ്പം ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ബ്രാൻഡിലുള്ള പ്രോഡക്റ്റുകൾ മാത്രം വിൽക്കുന്നതിനെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റോർ എന്ന് പറയുന്നത്. ഇപ്പം ഏഷ്യൻ പെയിൻറ്റ്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏഷ്യൻ പെയിൻറ്റ്സ്, അതുപോലെ സാനിറ്ററി വെയറിൻ്റെ ആണെങ്കിൽ പാരി വെയറോ അല്ലെങ്കിൽ സെറാഡയോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രം വിൽക്കുന്ന കമ്പനികൾ സ്റ്റോറുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റോർസ് എന്ന് പറയുന്നു. അപ്പോൾ 3 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ ലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ലൈൻ, ഗാർമെൻറ്റ്സ് ആണെങ്കിൽ ഗാർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഐറ്റംസും വിൽക്കുന്നതിന് സിംഗിൾ ലൈൻ സ്റ്റോർ എന്ന് പറയുന്നു. ലിമിറ്റഡ് ലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ പർട്ടിക്കുലർ ഐറ്റം മാത്രം വിൽക്കുന്നത്, ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം വിൽക്കുന്നതിന് ലിമിറ്റഡ് ലൈൻ സ്റ്റോർ എന്ന് പറയുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന സ്റ്റോറുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റോർസ് എന്ന് പറയുന്നു. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓർ ലൊക്കേഷൻ. പ്ലേസിൻ്റെയോ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെയോ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അത് നമുക്ക് 2 ആയിട്ടാണ് മെയിനായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സും അതുപോലെ ഫിക്സഡ് ഷോപ്സും. അപ്പോൾ ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ലൊക്കേഷൻ ഉണ്ടാകത്തില്ല. വൺ പ്ലേസ് ടു അനദർ മൂവ് ചെയ്യുന്ന ട്രേഡേഴ്സിനെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റീറ്റെയിലേഴ്സിനെയാണ് ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. അവർ കൂടുതലായിട്ടും കണ്ടുവരുന്നത് റോഡ് സൈഡിലും സ്ട്രീറ്റിലും അല്ലെങ്കിൽ ബസ് ടെർമിനൽസിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്സിലും ഒക്കെയാണ്. അവർ റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് ഈ പറഞ്ഞ ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവർ വിൽക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള അത്രയും എമൗണ്ടിലുള്ള അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്റ്റാണ് അവർ ക്യാരി ചെയ്യത്തുള്ളൂ. കൂടുതലായിട്ടും വെജിറ്റബിൾസ്, ഫിഷ്, മിൽക്ക്, എഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ് കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് ഷോപ്പ്. അപ്പോൾ ഇറ്റിനറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം ഫിക്സഡ് അല്ലാത്തത്. പക്ഷേ ഫിക്സഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ പെർമനൻറ്റ് സ്റ്റോറിൽ നിന്നുകൊണ്ട് റീറ്റെയിലിംഗ് അല്ലെങ്കിൽ സെയിൽസ് നടത്തുന്നവരാണ് ഫിക്സഡ് ഷോപ്സ് എന്ന് പറയുന്നത്. ഇനി ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സിനെ വീണ്ടും കാറ്റഗറി ചെയ്തിരിക്കുകയാണ്. ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്, ചീപ്പ് ജാക്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ് ആൻഡ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർ നമ്മൾ കണ്ടില്ലേ ചെറിയ ഉന്തുവണ്ടിയൊക്കെ തള്ളിക്കൊണ്ട് വിൽപ്പന നടത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ തലയിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ സാധനങ്ങൾ അവരവരുടെ തലയിൽ ചുമന്നുകൊണ്ടോ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ഉന്തുവണ്ടികളിലോ കൊണ്ടു നടന്ന് വിൽക്കുന്നവരെയാണ് ഹോക്കേഴ്സ് അല്ലെങ്കിൽ പെഡ്ലേഴ്സ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് അവർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിരിക്കും വിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ചട്ടി, കലം, കിച്ചണിൽ ആവശ്യമുള്ള സാധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്നവരാണ് ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു ഫിക്സഡ് പ്ലേസ് ഉണ്ടാകത്തില്ല. അവർ വൺ പ്ലേസ് ടു അനദർ ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ചീപ്പ് ജാക്സ്. ചീപ്പ് ജാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ ട്രാവലിംഗ് വെൻഡർ ഹു സെൽസ് ഇൻഫീരിയർ ആൻഡ് ലോ പ്രൈസ്ഡ് ഗുഡ്സ്. ദേ സെറ്റപ്പ് ടെമ്പററി ഷോപ്സ് ഇൻ ടൗൺസ് ആൻഡ് എക്സിബിറ്റ് ദെയർ ഗുഡ്സ് ഫോർ സെയിൽ. അപ്പം ഈ ചീപ്പ് ജാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പെരുന്നാൾ പറമ്പിലൊക്കെ വരുന്നത് കാണാം. അങ്ങനെ കുറച്ച് നാളത്തേന് കുറച്ച് ദിവസത്തേന് അല്ലെങ്കിൽ 1-2 ആഴ്ചത്തേന് അവരവരുടെ സാധനങ്ങളായിട്ട് ടെമ്പററി ഷോപ്പ്, ഷീറ്റൊക്കെ വലിച്ചിട്ട് ടെമ്പററി ഷോപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ സെയിൽ നടത്തുന്നു. അതിനുശേഷം അവിടുത്തെ ആ ഒരു കഴിയുമ്പോഴത്തേനും, ആ സീസൺ കഴിയുമ്പോഴത്തേനും വേറൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയുള്ളതാണ് ചീപ്പ് ജാക്സ് എന്ന് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ്സ് ആയിരിക്കും അവരും വിൽക്കുന്നത്, ലോ പ്രൈസ്ഡ് ഗുഡ്സ് ആയിരിക്കും വിൽക്കുന്നത്. അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഹോക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ചുമടുമായിട്ട് അല്ലെങ്കിൽ 2 വീലറുമായിട്ട് നടക്കുന്നവർ. ചീപ്പ് ജാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ടെമ്പററി ഷോപ്പ് കുറച്ച് നാളത്തേന് 2 or 3 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്സ് വരെ ഒരു ടെമ്പററി ഷോപ്സ് ബിൽഡ് ചെയ്തിട്ട് അതിനുള്ളിൽ വിൽപ്പന നടത്തിയിട്ട് വീണ്ടും അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് ട്രേഡേഴ്സ്. മൂന്നാമത്തെ മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ സമീപത്തുള്ള മാർക്കറ്റ് ഡേ എന്നാണെന്നുള്ളത്. ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പം ബുധനാഴ്ച ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഡേ എന്നാണോ ആ ദിവസം മാത്രം, ആ ഒരു പീരീഡിൽ മാത്രം സെയിൽ നടത്താനായിട്ട് മാർക്കറ്റിൽ എത്തുന്നവരെയാണ് മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് ഡേയ്സിൽ മാത്രമാണ് അവർ വരത്തുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ അവർ വീക്കിലി ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്നാണോ മാർക്കറ്റ് ഡേ വരുന്നത് ആ ദിവസങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന മാർക്കറ്റ് ട്രേഡേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനദർ കാറ്റഗറിയാണ്. ഇത് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മുടെ
പേയ്മെൻറ്റിൻ്റെ, അതായത് നമ്മൾ കാൽനടക്കാർക്കുള്ള ഫുട്പാത്തിൻ്റെ സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് വിൽക്കുന്നവരെ കാണാം. അങ്ങനെയുള്ളവരാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഡേ ടു ഡേ ലൈവ്ലിഹുഡിന് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും വിൽക്കുന്നത്. വെജിറ്റബിൾസ്, ഫിഷ്, ചെറിയ ടോയ്സ്, ബാംഗിൾസ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് ഈ ഒരു ഫുട്പാത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ സൈഡിലോ ഇരിക്കുന്നവരാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും 4 ഇറ്റിനറൻ്റ് ട്രേഡേഴ്സിൻ്റെ കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്: ഹോക്കേഴ്സ്, ചീപ്പ് ജാക്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ് ആൻഡ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് ഓൺ ദ ബേസ് ഓഫ് വോളിയം ഓഫ് സെയിൽസ്. എത്രത്തോളം വിൽപ്പന നടത്തുന്നുണ്ട്, ആ വോളിയം അനുസരിച്ചാണ് അടുത്തൊരു കാറ്റഗറി വന്നിരിക്കുന്നത്. വോളിയം ഓഫ് സെയിൽസിൻ്റെ ബേസിസിൽ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: സ്മോൾ സ്കെയിൽ റീറ്റെയിലിംഗ് ആൻഡ് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ്. സ്മോൾ സ്കെയിൽ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ള ഗുഡ്സ് ഡീൽ ചെയ്യുന്നത്, അതായത് അവരുടെ സ്റ്റോറിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവത്തില്ല, ചെറിയ രീതിയിൽ വ്യാപാരം നടത്തുന്ന, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ വ്യാപാരം നടത്തുന്നവരെയാണ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ അടുത്തുള്ള പലചരക്ക് ഷോപ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പച്ചക്കറി ഷോപ്സ് ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒരുപാട് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് കാണത്തില്ല. ഇങ്ങനെ ചെറിയ രീതിയിൽ വ്യാപാരം നടത്തുന്നവരെയാണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സെയിൽസ് നടത്തുന്നവരെയാണ് സ്മോൾ സ്കെയിൽ റീറ്റെയിലർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ്. ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്റ്റുകൾ അവരുടെ ഷോപ്പിലുണ്ടാവും. അതുപോലെ ഈ കോമ്പറ്റീഷന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു ലാർജ് വെറൈറ്റി അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റുമായിട്ട് വിൽപ്പന നടത്തുന്നത്. അപ്പം സെയിൽസ് നടത്തുന്ന ബേസിസിലാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ രീതിയിൽ സെയിൽ നടത്തുന്ന ഷോപ്സിനെ സ്മോൾ സ്കെയിൽ റീറ്റെയിലിംഗ് എന്നും, ലാർജ് സ്കെയിലായിട്ട് സെയിൽ നടത്തുന്ന ഷോപ്സിനെ ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് എന്നും പറയുന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് കാറ്റഗറി പറഞ്ഞിരിക്കുന്നത് ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് ഓൺ ദ ബേസ് ഓഫ് സ്റ്റോർ. സ്റ്റോറിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് കാറ്റഗറി ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓൺ ദ ബേസ് ഓഫ് സ്റ്റോർ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഇൻ സ്റ്റോർ റീറ്റെയിലിംഗ് ആൻഡ് നോൺ സ്റ്റോർ റീറ്റെയിലിംഗ്. അപ്പോൾ ഇൻ സ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ ഷോപ്സ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ മോള്. അതായത് ഇൻ സ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഒരു ഷോപ്പ് വഴി സാധനങ്ങൾ സെയിൽ നടത്തുന്നത്. ഇപ്പം നമ്മൾ കടയിൽ ചെന്ന് സാധനങ്ങൾ മേടിക്കുന്നു, ഒരു മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാളിൽ ചെന്ന് സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്ന് കസ്റ്റമർ ഡയറക്റ്റായിട്ട് സാധനങ്ങൾ മേടിക്കുന്നതിന് ഇൻസ്റ്റോർ റീറ്റെയിലിംഗ് എന്നും, നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് എനി ഷോപ്പ്, ഒരു ഫിസിക്കലായിട്ടുള്ള ഷോപ്പ് ഉണ്ടാവത്തില്ല, ഒരു ഷോപ്പ് കൂടാതെ തന്നെ സെയിൽസ് നടത്തുന്ന റീറ്റെയിലിംഗ് ആക്ടിവിറ്റി നടത്തുന്നതിന് നോൺ സ്റ്റോപ്പ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോം ഷോപ്പിംഗ് എന്നും ഈ നോൺ സ്റ്റോർ റീറ്റെയിലിങ്ങിനെ പറയുന്നുണ്ട്. ഇനി ഈ നോൺ സ്റ്റോർ റീറ്റെയിലിങ്ങിനെ വീണ്ടും സബ് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഷോപ്പിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നത്. പക്ഷേ നോൺ സ്റ്റോർ റീറ്റെയിലിങ്ങിൽ വന്നിരിക്കുന്നതാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡോർ ടു ഡോർ സെല്ലിംഗ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് അവർ പേഴ്സണലായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജും യൂസേജും ഒക്കെ പറഞ്ഞ് തന്ന് സെയിൽ നടത്തുന്നതാണ് ഡയറക്റ്റ് സെയിൽ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് കസ്റ്റമറുമായിട്ട് വരുന്നു ഡയറക്റ്റ് സെയിലിങ്ങിൽ വരുമ്പോൾ. അടുത്ത നോൺ സ്റ്റോർ സെയിലിനകത്ത് വരുന്നതാണ് മെയിൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കസ്റ്റമേഴ്സ് മെയിൽ വഴി പ്രോഡക്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഡ്യൂസറിനോ അല്ല മാനുഫാക്ചറിന് അല്ലെങ്കിൽ റീറ്റെയിലർക്ക് അയക്കുന്നു. ഗുഡ്സ് നേരെ തിരിച്ച് മെയിൽ വഴി തന്നെ, ഇമെയിലല്ല പോസ്റ്റ് വഴി തന്നെ കസ്റ്റമർ കിട്ടുന്നു. അതിനെയാണ് മെയിൽ ഓർഡർ എന്ന് പറയുന്നത്. ത്രൂ മെയിൽ ഓർഡർ കൊടുക്കുന്നു, ത്രൂ മെയിൽ തന്നെ ഡെലിവറി നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് വരുന്നില്ല. ഇതെല്ലാം ഷോപ്പില്ലാതെ നടത്തുന്ന റീറ്റെയിലിംഗ് ആണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഒരു ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് വരുന്നില്ല. പക്ഷേ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ കളക്ട് ചെയ്യുന്നു, ആർക്കൊക്കെ പ്രോഡക്റ്റ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു. അത് മാഗസിൻസ് വഴിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് വഴിയൊക്കെ ആയിരിക്കും അഡ്രസ്സ് കൊടുത്തിരിക്കും. ഈ പ്രോഡക്റ്റ് വേണ്ടവർ ഈ അഡ്രസ്സിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞായിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തേക്കുന്ന വഴി ബൈ പോസ്റ്റ് ബയേഴ്സ് പ്രൊഡ്യൂസറുമായിട്ട് ബന്ധപ്പെടുന്നു. പ്രൊഡ്യൂസർ അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്റ്റ് മെയിൽ വഴി തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്നതാണ്. ഇൻ്റർനെറ്റ് വഴിയുള്ള റീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയുള്ള സെയിൽസിനെയാണ് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ്
അല്ലെങ്കിൽ ഇ ടെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഒരുപാട് സ്റ്റോർസ് അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റിൽ ഒരുപാട് നമ്മളിപ്പോൾ കാണുന്ന ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെ ഒരുപാട് സ്റ്റോർസ് അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സ് അതിനുള്ളിൽ നിന്നും ആ കാറ്റലോഗിൽ നിന്നും ആവശ്യമുള്ള പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്നു. അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ, അല്ലെങ്കിൽ ആവശ്യമുള്ള ഷേപ്പിൽ, അല്ലെങ്കിൽ ആവശ്യമുള്ള എണ്ണം, ഇതൊക്കെ ഇവർ ഇൻ്റർനെറ്റ് വഴി ഓർഡർ കൊടുക്കുകയും അതിനുശേഷം പ്രോഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇനി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നു ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സെല്ലിംഗ് ഗുഡ്സ് ത്രൂ എ വെൻഡിങ് മെഷീൻ. ദ വെൻഡിങ് മെഷീൻ ഗീവ്സ് ഔട്ട് സ്നാക്സ്, ക്യാൻഡീസ്, ബിവറേജ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ളതല്ല, വലിയ വലിയ മോൾസിലൊക്കെ ഒരു പക്ഷേ കണ്ടിരിക്കാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയാണോ ഒരു മെഷീൻ വെച്ചിരിക്കും, ആ മെഷീനിലോട്ട് കോയിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആയിരിക്കും, അത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് അതിനുള്ളിലുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. അവിടെ ഷോപ്പിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു മെഷീനാണ് വെച്ചിരിക്കുന്നത്. കൂടുതലായിട്ടും മിഠായി, അല്ലെങ്കിൽ സ്നാക്സ്, ന്യൂസ് പേപ്പേഴ്സ്, പിന്നെയുള്ളത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻ വഴി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 4 എണ്ണം, അതായത് ഡയറക്റ്റ് മെയിലിംഗ്, മെയിൽ ഓർഡർ വഴിയുള്ള മെയിലിംഗ്, ഇലക്ട്രോണിക് ഇൻ്റർനെറ്റ് വഴിയുള്ളത്, അതുപോലെ ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻ, ഇതിലൊന്നും നമുക്കൊരു സ്റ്റോറിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ഔട്ട് സ്റ്റോർ അല്ലെങ്കിൽ നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റീറ്റെയിലിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കാറ്റഗറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ബേസിസിൽ എങ്ങനെയാണ് റീറ്റെയിലിംഗ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നും ഓരോന്നും എങ്ങനെയാണ് അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഡയറക്റ്റ് മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്നൊന്ന് ഞാൻ പറഞ്ഞ് ഈ ഒരു മൊഡ്യൂൾ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. കസ്റ്റമറുമായിട്ട് ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് വരുന്ന, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് വന്ന് പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുകയും കസ്റ്റമറിന് പ്രോഡക്റ്റ് കൈമാറുകയും ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്കൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രേറ്റൺ ബേർഡിൻ്റെ ചെറിയൊരു ഡെഫിനേഷനാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഈസ് എനി അഡ്വർടൈസിങ് ആക്ടിവിറ്റി വിച്ച് ക്രിയേറ്റ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റ്സ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ കസ്റ്റമർ ആസ് ആൻ ഇൻഡിവിജ്വൽ. അപ്പം കസ്റ്റമറിനും കമ്പനിയും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വരുന്നു, അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നതിനെയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേനും സെല്ലറും ബയറും തമ്മിലൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങും നോർമൽ മാർക്കറ്റിങ്ങും തമ്മിൽ എന്താണ് ഡിഫറൻസ്. കഴിഞ്ഞ തവണത്തെ എക്സാമിന് 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളതായിരുന്നു ഡയറക്റ്റ് മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. കൊണ്ട് ഒന്ന് പഠിച്ച് വെച്ചേക്കണം. നമുക്ക് മീനിങ് അറിയാമെങ്കിൽ എളുപ്പമുള്ളതാണ്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്റ്റ്ലി വിത്ത് കസ്റ്റമർ. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു ഫേസ് ടു ഫേസ് ആണ് കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ മാർക്കറ്റിങ്ങിൽ വരുമ്പോഴത്തേനും മാസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വരുന്നില്ല. പിന്നെ ഉള്ളത് കമ്മ്യൂണിക്കേഷൻ ആർ മോസ്റ്റ്ലി പേഴ്സണൽ ഇൻ നേച്ചർ. 1-to-1 കമ്മ്യൂണിക്കേഷനാണ്. 2 പേരുണ്ടാവുള്ളൂ. ബയറും സെല്ലറും മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. മാർക്കറ്റിങ്ങിൽ വരുമ്പോഴത്തേനും നോർമൽ മാർക്കറ്റിംഗ് വരുമ്പോൾ ഇമ്പേഴ്സണലാണ്. കസ്റ്റമർ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ വരുമ്പം ഇമ്പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് സാധാ മാർക്കറ്റിങ്ങിൽ വരുന്നത്. തേർഡ് വൺ, ഇറ്റ് പ്രസൻറ്റ് പ്രോഡക്റ്റ് ഓഫേഴ്സ് ഇൻഡിവിജ്വൽ സ്പെഷ്യലി ടൈലേർഡ് ടു സാറ്റിസ്ഫൈ ദർ നീഡ്സ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനെയും പേഴ്സണലായിട്ട് കണ്ടിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും അഡ്വാൻറ്റേജസ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം പ്രോഡക്റ്റ് എല്ലാ കസ്റ്റമറിനും ഓഫർ ചെയ്യുന്നു. ഇഷ്ടമുള്ളത് കസ്റ്റമർ വന്ന് ചൂസ് ചെയ്യുന്നു. ഫോർത്ത് വൺ, ഇറ്റ് ട്രൈസ് ടു ബിൽഡ് ലോങ് ടൈം പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമറായിട്ടൊരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. നോർമൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമുക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് നോട്ട് പോസിബിളാണ്. കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്, അതുപോലെ പല ഷോപ്സ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പേഴ്സണലായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് സാധ്യമല്ല. ദെൻ ലാസ്റ്റത്തെ ഒരു ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത് ദ മാർക്കറ്റർ ഓർ കമ്പനി എൻജോയ്സ് ഫുൾ കൺട്രോൾ ഓവർ ദ ഡെലിവറി ഓഫ് പ്രോഡക്റ്റ് ടു ദ കസ്റ്റമർ. അപ്പം ഫുൾ ഫ്രീഡം ഉണ്ട്. അതായത് കസ്റ്റമറിന് പ്രോഡക്റ്റ് കൊടുക്കുന്നതിൽ ഫുൾ ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിനുള്ള ഫുൾ റിസ്ക് ഏറ്റെടുക്കുന്നതും ഈ മാർക്കറ്റർ തന്നെയായിരിക്കും. സാധാ മാർക്കറ്റിംഗ്, നോർമൽ മാർക്കറ്റിംഗ് വരുമ്പോൾ കമ്പനി ഹാസ് ലിമിറ്റഡ് കൺട്രോൾ ഓവർ ദ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഓർ ദ ഇൻ്റർമീഡിയറ്റ്സ്. അപ്പം പല ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ടാവും, പല കസ്റ്റമേഴ്സ് പല ഏരിയയിലോട്ടായിരിക്കും. അപ്പോൾ കമ്പനിക്ക് ഡയറക്റ്റ് ഒരു കൺട്രോൾ ഉണ്ടാവത്തില്ല കസ്റ്റമറിൻ്റെ മേലിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു
ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഉള്ളത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ മെറിറ്റും ഡിമെറിറ്റും, അതുപോലെ എന്തൊക്കെ ടൂൾസാണ് ഡയറക്റ്റ് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളുള്ളൂ, പെട്ടെന്ന് പറയാം. മെറിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ടാർഗറ്റിങ്. നമുക്കറിയാം കസ്റ്റമേഴ്സിന് നമ്മൾ ടാർഗറ്റ് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് കസ്റ്റമേഴ്സ് ഉള്ളൂ. ഏതൊക്കെ വീട്ടിൽ കാരണം ഇപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഡോർ ടു ഡോർ സെയിലാണെങ്കിൽ ഏതൊക്കെ വീട്ടിൽ കയറിയാണ് അല്ലെങ്കിൽ ഏത് ഏരിയയാണ് കവർ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫോൺ ചെയ്തിട്ട് ഡയറക്റ്റ് സെയിൽ നടത്തുന്നതാണെങ്കിൽ, മാർക്കറ്റിംഗ് നടത്തുന്നതാണെങ്കിൽ ഇത്ര കോണ്ടാക്റ്റിന് ഇന്ന് ഒരു ദിവസം ടാർഗറ്റ് വെക്കുന്നു, ഇത്ര കോണ്ടാക്റ്റിന് ഇന്ന് കോൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ. അതുപോലെ ഇത്രയും പേർക്ക് ഇന്ന് ഇൻഫർമേഷൻ കൊടുക്കണം, ഇങ്ങനെയൊക്കെ ടാർഗറ്റ് ക്ലിയർ ആണ്. നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ എപ്പോഴും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കസ്റ്റമേഴ്സുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ക്ലിയർ ആണ്. രണ്ടാമത്തെ മട്ട് പറഞ്ഞിരിക്കുന്നത് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഓരോ പേഴ്സണലിനെയും ഈ മാർക്കറ്റർക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് അറിയാനായിട്ട് സാധിക്കും. ആർക്കൊക്കെയാണ് പ്രോഡക്റ്റ് വിറ്റത്, അല്ലെങ്കിൽ അവർക്ക് എന്തായിരുന്നു അവരുടെ നീഡ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് അറിയാനും പറ്റും. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, പെട്ടെന്ന് ആക്ഷൻ. അതായത് ഡയറക്റ്റ് മാർക്കറ്റിൽ കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് മാർക്കറ്റർ അറിയിക്കുന്നു അല്ലെങ്കിൽ മാനുഫാക്ചർ അറിയിക്കുന്നു. അതിനനുസരിച്ച് പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ അതിനുള്ള റിയാക്ഷൻ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അതിനുള്ള റെസ്പോൺസ് പെട്ടെന്ന് തന്നെ കൊടുക്കാനായിട്ടും സാധിക്കുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഓരോ പേഴ്സണലായിട്ടുള്ള ഓരോരുത്തരെ കാണുന്നുണ്ട്. നമുക്ക് ലിമിറ്റഡ് ഓഫറാണ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ലിമിറ്റഡ് ഓഫറാണ്, സ്പെഷ്യൽ ഓഫർ ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അടുത്ത ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് ഇൻവിസിബിൾ സ്ട്രാറ്റജീസ്. ഇൻവിസിബിൾ സ്ട്രാറ്റജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സ്ട്രാറ്റജീസ് ഫോളോഡ് ഇൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആർ ഇൻവിസിബിൾ ടു കോമ്പറ്റീറ്റേഴ്സ്. അപ്പം കോമ്പറ്റീറ്റേഴ്സിന് ഇൻവിസിബിൾ ആയിരിക്കും സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു കസ്റ്റമറിനെ പോയി കണ്ട് നമ്മുടെ സെയിൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നടത്തുമ്പോൾ അവിടെ വേറൊരു തേർഡ് പാർട്ടി വരുന്നില്ല. ഡയറക്റ്റായിട്ട് കസ്റ്റമറും സെല്ലറും മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താ, ഇവരെന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് കസ്റ്റമറെ അറ്റൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമറിനെ നേടിയെടുക്കുന്നത് എന്നുള്ള കാര്യം കോമ്പറ്റീറ്റർക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ കോമ്പറ്റീറ്റേഴ്സിന് സ്ട്രാറ്റജീസ് ഇൻവിസിബിൾ ആണെന്നാണ് അടുത്തായിട്ടൊരു അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് മെഷറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റർ ഒരു സ്പെസിഫിക് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തു കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടെ കസ്റ്റമറെ നേടിയെടുക്കാനായിട്ട് ഒരു പുതിയ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തു. അപ്പം ആ ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ ഡിസ്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ആയിരിക്കും, എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ആ സ്ട്രാറ്റജി എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് ഡയറക്റ്റായിട്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സ് ആ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ കൊടുക്കുന്ന ഓഫർ കസ്റ്റമർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ കസ്റ്റമർ കൂടുതൽ സാധനങ്ങൾ ബൈ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താൽ അത് കസ്റ്റമർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെയായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് മെറിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിമെറിറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത് പറഞ്ഞാൽ മെയിൽ വഴിയാണ് നമ്മൾ അഡ്വർടൈസ്മെൻ്റൊക്കെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ ഒരു മെയിലിന് എപ്പോഴും റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അവർ ജങ്ക് മെയിൽസ് ആയിട്ട് അത് കണക്കാക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാമായിട്ടൊക്കെ ഒരു പ്രൈവസിക്ക് ഹാംഫുള്ളായിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സ് കണക്കാക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ പേഴ്സൺ ടു പേഴ്സൺ സെയിൽസ് ആയതുകൊണ്ട് മാസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജും അതുപോലെ മാസ് പ്രൊമോഷൻ്റെ അഡ്വാൻറ്റേജൊന്നും കമ്പനിക്ക് കിട്ടുന്നില്ല. പിന്നെയുള്ളത് കസ്റ്റമറിൻ്റെ ഡേറ്റാബേസ് കറക്റ്റ് ആയിരിക്കണം. കസ്റ്റമറിൻ്റെ ഡേറ്റാബേസ് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കസ്റ്റമറിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ കറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റോങ് കസ്റ്റമേഴ്സിനെ ആയിരിക്കും കിട്ടുക. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഡിമെറിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ടൂൾസ് എങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് മാർക്കറ്റ് ടൂൾസ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 രീതിയിലാണ് ടൂൾസ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് മെയിൽ മാർക്കറ്റിംഗ്, ഇമെയിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ടെലി മാർക്കറ്റിംഗ് ആൻഡ് കാറ്റലോഗ്സ്. ഡയറക്റ്റ് മെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചും പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ത്രൂ പോസ്റ്റായിട്ട് നമ്മൾ കസ്റ്റമറിലോട്ട് എത്തിക്കുന്നതിനാണ് ഡയറക്റ്റ് മെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും
ഇമെയിൽ വഴിയായിരിക്കും. ഇമെയിൽ വഴി കമ്പനീസിൻ്റെ പ്രോഡക്റ്റ് കമ്മ്യൂണിക്കേഷൻസും അഡ്വർടൈസ്മെൻറ്റും അയക്കുന്നതിന് ഇമെയിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ടെലിമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലോ നമ്മുടെ ഫോൺ മുഖേന നമ്മളെ ഫോൺ വിളിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് തരുന്നതാണ് ടെലിമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് കാറ്റലോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 പേജായിട്ട് ഒരു ചെറിയ ബ്രോഷർ പോലെ നമുക്ക് തരുന്നതാണ്, കസ്റ്റമറിൻ്റെ കയ്യിലോട്ട് തരുന്നതാണ്. അപ്പോൾ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും അതുപോലെ എന്തൊക്കെയാണ് ഓഫറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാറ്റലോഗിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിന് കൂടുതൽ എഫേർട്ട് ആവശ്യമാണ്. അതുപോലെ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ ഈ കാറ്റലോഗ്സിന് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൂൾസായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ടൂൾസായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊമോഷൻ ഡിസ്ട്രിബ്യൂഷൻ മിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നത്, പ്രൊമോഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു മൊഡ്യൂളും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് അവസാനിപ്പിക്കാനാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.